അച്ചാറിൻ്റെ പാത്രം പോലും വെറുതെ വിടാത്ത എന്നെ പോലത്തെ ആരെങ്കിലുമൊക്കെ ഉണ്ടാ ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നമ്മളുടെ അച്ചാറും പാത്രത്തിലോട്ടെ നല്ല ആവി പറക്കുന്ന ചൂട് ചോറിട്ടിട്ടെ ആദ്യം ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മളുടെ അച്ചാർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. മീനച്ചാറാണ് കേട്ടോ. അപ്പോൾ അച്ചാറിൻ്റെ പാത്രം വേണമല്ലോ നമുക്ക്. എങ്കിൽ നമുക്ക് ആദ്യം തന്നെ അച്ചാർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ മീൻ എടുത്തിട്ടെ അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പിന്നെ വിനീഗറോട് ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെല്ലാം മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് അങ്ങോട്ട് പൊട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു മീനൊക്കെ അങ്ങോട്ട് പെറക്കിയിട്ടിട്ട് നല്ല കറുമുറ ക്രിസ്പി ആവണവരെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ആ ഒരു എണ്ണയിലോട്ട് തന്നെ ആദ്യം തന്നെ കടുക് ഉലുവിട്ട് അങ്ങോട്ട് പൊട്ടിച്ച് കൊടുക്കുക. അതിൻ്റെ പുറകെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലോട് ഇട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ നമ്മുടെ എരിവിനുള്ള ഒരു 3-4 പച്ചമുളകോട് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കണ്ട കേട്ടോ. അതിൻ്റെ പുറകെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കണം. അതിൻ്റെ പുറകെ വേണം ഇഞ്ചി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് അവിടെ കിടന്നേ നല്ലോണം അങ്ങോട്ട് മൂത്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കായത്തിൻ്റെ പൊടിയും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലൊരു പേസ്റ്റ് പോലെ ഉണ്ടാക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം അങ്ങോട്ട് മൂത്ത് കളറൊക്കെ മാറി വരുമ്പോൾ നമ്മളുടെ ഈ ഒരു മുളകിൻ്റെ പേസ്റ്റ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതുണ്ടല്ലോ കൈ എടുക്കാണ്ട് അങ്ങോട്ട് ഇളക്കി കൂട്ടിയെടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ആദ്യം നമുക്ക് വിനീഗർ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് ചൂടുവെള്ളോടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അതിൻ്റെ പുറകെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അവിടെ കിടന്ന് തിളച്ചോട്ടെ. ഇതിൻ്റെ ആ ഒരു തീ ഓഫ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് ഗ്രേവിയൊക്കെ വേണം കേട്ടോ. അല്ലെങ്കിൽ നാളെ നേരം വെളുത്ത് നമ്മൾ ഈ അച്ചാർ എടുക്കുമ്പോൾ ഒട്ടും കറിയൊന്നും ഇല്ലാണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. അപ്പം അത് വേണ്ടല്ലോ.